السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. അർഹമുർ-റഹീമായ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനുമായുള്ള നമ്മുടെ ഈ ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ആ ഖുർആനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നാളെ പരിശുദ്ധമായ ഖുർആൻ അനുകൂലമായ സാക്ഷ്യം വഹിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സ്വർഗപ്രവേശനം ലഭിക്കുന്ന വിഭാഗത്തിൽ നാം എവരെയും അള്ളാഹു എന്റെ മഹലായ ഫضل കൊണ്ട് ഉൾപ്പെടുത്തട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഗുഹാനിവാസികളായ അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്തിലാണ് നാം ഉള്ളത്. പറഞ്ഞു വെച്ചത് അള്ളാഹുവിന് സന്തതികളുണ്ട് എന്ന് ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വിഭാഗം പലരുമുണ്ട്. അതാണ് പറഞ്ഞു വെച്ചത്. അതിന്റെ ബാക്കി പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. മാലഹും മേൽ പറയപ്പെട്ടവർക്ക് ഇല്ല, ബിഹി അവരാ പറഞ്ഞ കാര്യം കൊണ്ട്. അവര് പറഞ്ഞത് അള്ളാഹു സന്തതിയെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. ആ പറഞ്ഞ കാര്യ സംബന്ധമായിട്ട് അവർക്ക് ഇല്ലേ ഇല്ല. മിൻ ഇൽമിൻ യാതൊരു ഉറപ്പും തന്നെ ഇല്ല. ചില ഊഹങ്ങളും പോഹങ്ങളും അല്ലാതെ മറ്റൊന്നുമില്ല. അവർക്കില്ലെന്ന് മാത്രമല്ല, വലാലി ആബായിഹിം അവരുടെ പിതാക്കൾക്കുമില്ല. അവര് പൗരാണികമായിട്ട് നേരത്തെ മുതൽ ഈ പഴച്ച മാർഗത്തിൽ ഇങ്ങനെ വരുന്നു എന്നല്ലാതെ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ അത് സംബന്ധമായ ഒരു സ്വീകാര്യമായ ഒരു വിവരവും അവരുടെ അടുക്കലില്ല. പറയട്ടെ, കബുറത്ത് വളരെ ഗൗരവമുള്ളതായിരിക്കുന്നു. കെലിമത്തൻ വാക്കിനാൽ. ഇത്ര കടുകടുത്ത വാക്കില്ല. കെലിമത്തിനാൽ ഏറ്റവും കടുപ്പമുള്ളതാണ്. തഖ്റുജു മിൻ അഫ്വാഹിഹിം അവരുടെ വായകളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ ഏറ്റവും കടുകടുത്തതാണ്. ഈ യഖൂലൂന അവർ പറയുന്നില്ല, ഇല്ലാ കദിബൻ കളവിനെയല്ലാതെ. അപ്പൊ കടുകടുത്ത കളവാണ് അവർ പറയുന്നത്. വെള്ളം ചേർക്കാത്ത നുണയാകുന്നു, തനി നുണ. ഇങ്ങനെ ഒരു കാര്യം അവരുടെ നാക്കിൽ നിന്ന് വരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു കാര്യവും വരുന്നില്ല. അത്ര കടുകടുത്തതാകുന്നു ഇത്. ശിർക്കിൽ ഏറ്റവും ചീത്തയായതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലേക്ക്, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ക്ഷണിക്കുന്നതും അവരെ സമീപിക്കുന്നതൊക്കെ. അവരൊക്കെ കേട്ടിട്ട് അത് തിരിച്ചു പോകുക എന്നല്ലാതെ ഒരു അനുകൂല മറുപടി അവരിൽ നിന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും റസൂലുള്ളാഹിക്ക് വിഷമം അനുഭവപ്പെടാറുണ്ട്. മനസ്സിന് വളരെയേറെ വേദന അനുഭവപ്പെടാറുണ്ട്. അത് സംബന്ധമായിട്ടാണ്. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. فَلَعَلَّكَ بَاخِعٌ നബിയെ തങ്ങൾ നശിപ്പിക്കരുത് നഫ്സക്ക തങ്ങളുടെ നഫ്സിനെ. ലഅല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയേക്കാം, ഇങ്ങനെ ആയേക്കാം എന്നൊക്കെ പ്രയോഗമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. തങ്ങളോടുള്ള കാരുണ്യം വെളിവാക്കിക്കൊണ്ട് അള്ളാഹു പറയാണ്, തങ്ങൾ തങ്ങളുടെ നഫ്സിനെ നശിപ്പിക്കരുത് കേട്ടോ. അലാ ആസാരിഹിം അവര് വന്നു പോയതിന്റെ പിന്നിലായിട്ട്. അവര് വന്നു, എന്നിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടു. അതിനുശേഷമായിട്ട് ഇല്ലം യുമിനു അവർ വിശ്വസിച്ചില്ല എങ്കിൽ, ബിഹാദൽ ഹദീസ് ഈ ഖുർആൻ കൊണ്ട് അവർ വിശ്വസിച്ചില്ല, ഈ ഖുർആനിൽ പറയപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് അവർ വിശ്വസിക്കാതെ തിരിച്ചു പോയാൽ തങ്ങൾ അതിന്റെ മേൽ ദുഃഖിക്കുന്നുണ്ട്. തങ്ങൾ തങ്ങളുടെ നഫ്സ് കേടുവരുത്തരുത്. അസഫൻ ദുഃഖിതനായതിനു വേണ്ടിയിട്ട് തങ്ങൾ വിഷമിച്ച് തങ്ങളുടെ നഫ്സിനെ നഷ്ടപ്പെടുത്തരുത്.
ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഇന്നാ തീർച്ചയായും ഞാൻ, അള്ളാഹു പറയുന്നു, ജഅൽനാ ഞാൻ ആക്കിയിരിക്കുന്നു, മാ അലൽ അർളി ഭൂമിയുടെ പുറത്തുള്ള വസ്തുക്കളെ, ഭൂമിയുടെ പുറത്ത് ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, മരങ്ങളുണ്ട്, നദികളുണ്ട്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഖനികളുണ്ട്, നിധികളുണ്ട്, പലതുമുണ്ട്. ഇവകളെല്ലാം നാം ആക്കിയിരിക്കുന്നു സീനത്തല്ലഹ, അത് ആ ഭൂമിക്ക്, ഭൂനിവാസികൾക്ക് അഴകാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഭൂമിയിൽ വസിക്കുന്നവർക്ക് സുഖിക്കാനും അവർക്ക് സന്തോഷം ലഭിക്കാനുമുള്ള വസ്തുക്കളാണ് ആക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് അവര് ഭംഗിയാകുന്നു, അതുകൊണ്ട് അവർ സുഖിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ സുഖം നൽകുന്നത്? അത് ലിനബ്ലുവഹും, അവരെ നാം പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു. പരീക്ഷണമാണ് ഇതൊക്കെ. എന്താ പരീക്ഷണം? അയ്യുഹും, അവരിൽ നിന്നുള്ള ആരാണ് അഹ്സനു അമല, അമലാൽ ഏറ്റവും മെച്ചപ്പെടുന്നത് എന്ന്. ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച വിഭാഗത്തിൽ ഒരു വിഭാഗം ഇതൊക്കെ നൽകിയ നാഥന് ശുക്ർ രേഖപ്പെടുത്തി ജീവിക്കുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം ഇതിന് നേരെ തിരിഞ്ഞു കൊത്തുന്നവരുണ്ട്. ഒരു നന്ദിയുമില്ലാത്ത നന്ദി കെട്ടവരുണ്ട്. ആരൊക്കെയാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നത്? ആരാണ് നല്ല അമലുകൾ ചെയ്യുന്നത്? ആരാണ് നല്ലത് ചെയ്യാതെ അള്ളാഹുവിന് നന്ദികേട് ചെയ്യുന്നത്? ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി ലോകത്തുള്ള വസ്തുക്കളെ ഇങ്ങനെ ഭംഗിയുള്ളതാക്കിയിട്ട് അവർക്ക് ഉപകരിക്കാൻ പറ്റുന്നതാക്കിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത്. وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا صَعِيدًا جُرُزًا. وَإِنَّا തീർച്ചയായും ഞാൻ, ലജാഇലൂന തീർച്ച ഞാൻ ആക്കുന്നവനാകുന്നു, മാ അലൈഹ ഭൂമിപ്പുറത്തുള്ള, ഭൂമിയുടെ മേലുള്ള വസ്തുക്കളെ, സ്വഈദൻ ജുറുസൻ നല്ല ഉണക്കമുള്ള മണ്ണാക്കുന്നവനാകുന്നു. ഈ പൂത്ത് കായ്ച്ചു നിൽക്കുന്ന ഈ ചെടികളും ഈ കായ്കനികളുമൊക്കെ നല്ല വേനൽ അതൊക്കെ നശിച്ച്, അതൊക്കെ ഉണങ്ങി, അതൊക്കെ ഭൂമിയോട് ചേർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാണ്ട്. ഇവിടെ ഇതിനൊക്കെ മുളപ്പിച്ചത് അള്ളാഹു ആകുന്നു. ഇപ്പൊ ഒന്നും ഇല്ലാതെയാക്കിയതും അള്ളാഹു ആകുന്നു. ഈ ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും പടക്കുന്നു അള്ളാഹു ആകുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ ഈ മരണാനന്തര ജീവിതത്തെയും സ്വർഗനരകത്തെയും ഒക്കെ ഇവര് നിഷേധിക്കുന്നത്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. റസൂലുള്ളാഹി പറയുന്നത് ശരിയാണ്. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള വഹിയാണ്, തന്റെ സ്വന്തം നിർമ്മിതിയല്ല. എന്താണ് അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് കാലങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്ര സംഭവങ്ങൾ അതിന്റെ കൃത്യമായ രൂപത്തിൽ റസൂലുള്ള അവതരിപ്പിക്കുന്നു. ഈ റസൂലുള്ളാഹിയെ പറ്റി ഇവർക്കൊക്കെ അറിയാം. ഒരു ചരിത്രാധ്യാപകന്റെ അടുക്കൽ പോയിട്ട് പഠിച്ച ആളോ ചരിത്ര പുസ്തകങ്ങൾ വായിക്കാനുള്ള അഭ്യാസമുള്ള ആളോ അല്ല. എന്നിട്ട് ഇത് ഇത്ര കൃത്യമായിട്ട് ഒരാൾക്കും തന്നെ ഗണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവതരിപ്പിക്കുന്നുവെങ്കിൽ അത് കിട്ടുന്ന കേന്ദ്രം, അത് ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാകുന്നു. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പറയട്ടെ, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അം ഹസിബുത്ത, നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? അം ഹസിബുത്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. അം ഹസിബുത്ത, നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? അങ്ങനെ മനസ്സിലാക്കണ്ട. അന്ന അസ്ഹാബൽ കഹ്ഫി, തീർച്ചയായും ഗുഹാനിവാസികളായ 8 അംഗങ്ങൾ. 8 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഖിത്മീർ എന്ന നായ അടക്കം 8, 7 പേരും അവരുടെ കാവൽ നായയും. ആ അസ്ഹാബുൽ കഹ്ഫ് അവർ ഗുഹയിലാണ് ഉറങ്ങിയത്, കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് അവർക്ക് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയപ്പെടുന്നു. വറഖീമിയ, പലകയുടെ ആളുകൾ. പലക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 പേര് ഈയത്തിന്റെ ഒരു ബോർഡിൽ അവരുടെ പേരും അവരുടെ നാടും അവരുടെ വയസ്സും അവരുടെ കുടുംബവും അവരുടെ കുടുംബ പശ്ചാത്തലവും അവര് പുറപ്പെട്ട കാലഘട്ടങ്ങളും ഒക്കെ എഴുതി രേഖപ്പെടുത്തിയ പലകയുണ്ട്. അതൊരു പെട്ടിയിലാക്കിയിട്ട് അവിടെ കുഴിച്ചു മൂടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ.
അതിനെ പറ്റിയാണ് റഖീം എന്ന് പറയുന്നത്. ആ പലക, ആ ഗുഹയുടെയും ആ പലകയുടെയും ആളുകൾ കാനു അവരായിരിക്കുന്നു മിൻ ആയാത്തിന നമ്മളുടെ അത്ഭുതങ്ങളിൽ നിന്ന്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അജബൻ അത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുവോ? അങ്ങനെ മനസ്സിലാക്കേണ്ട. ഇത് മാത്രമല്ല അത്ഭുതമുള്ളത്, ഇതിനേക്കാൾ അത്ഭുതം മറ്റു പലതുമുണ്ട്. ചിലർ മനസ്സിലാക്കും ഇതാണ് അത്യത്ഭുതമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതിനേക്കാൾ അത്ഭുതം എത്രമുണ്ട്. ആകാശത്ത് പടച്ചത് അത്യത്ഭുതമല്ലേ? ഭൂമിയുടെ സൃഷ്ടിപ്പും അതിൽ നടക്കുന്ന കാര്യങ്ങളും, അതുപോലെ ഇവിടെ നടക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്. രാവ് മാറിയിട്ട് പകലാകുന്നു, പകൽ പോയിട്ട് രാത്രിയാകുന്നു. ഇതൊക്കെ അത്ഭുതങ്ങളാണ്. അതൊന്നും ഇല്ലാതെ ഇത് മാത്രമാണ് അത്ഭുതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സിലാക്കൽ വേണ്ടെന്നർത്ഥം.